നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞാൽ ശരീരത്തിലെ നാഡീഞരമ്പുകളൊക്കെ തന്നെ ബലക്ഷയം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ, തരിപ്പ്, മരവിപ്പ്, വേദന, നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. ഇതിൽ സ്വേദനം, നാമസ്വേദജനനം എന്നുള്ളൊരു പ്രക്രിയ അല്ലെങ്കിൽ സ്വേദനം എന്നുള്ളൊരു പ്രക്രിയ നമ്മുടെ ആയുർവേദത്തിലെ പഞ്ചകർമ്മയിൽ ഉൾപ്പെടുന്നതാണ്. ഇത് മറ്റൊന്നുമല്ല, നമുക്ക് ശരീരത്തിന് ചൂട് നൽകി വിയർപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രക്തപ്രവാഹമൊക്കെ നന്നായിട്ട് നടക്കുകയും അതുവഴി തന്നെ ഇങ്ങനെ ബലക്ഷയം, ജോയിൻറ്റിനും മസിലിനും ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ മൈൽഡ് സ്റ്റേജ് ആണെങ്കിൽ ജോയിൻ്റ് പെയിനൊക്കെ മാറ്റാൻ, സ്റ്റിഫ്നെസ് പോലെയൊക്കെ നമുക്ക് ബോഡിക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ, മസിൽ പെയിൻ കുറയ്ക്കാൻ, ശരീരവേദന കുറയ്ക്കാനും, അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, നമ്മുടെ കൈയൊന്നും തന്നെ അനക്കാൻ പറ്റാതെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുവാണെങ്കിലോ, അതേപോലെ തന്നെ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള സയാറ്റിക്ക, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, ലംബാർ സ്പോണ്ടൈലോസിസ്, അതായത് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ കയ്യിനൊന്നും തൊട്ടാലൊരു പ്രത്യേകിച്ചൊരു സെൻസേഷൻ ഇല്ലാതെ ഇരിക്കുക, ഇക്കിളിയിടുന്ന പോലെ കാലിൻ്റെ അടിയിലൊക്കെയുള്ള സർക്കുലേഷൻ വളരെയധികം കുറവാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്നതാണ് ഈ സ്വേദനം എന്ന് പറയുന്നത്. സ്വേദ സ്തംഭ ഗൗരവ ശൂലഹര സ്വേദോഭവതി എന്നുള്ളത് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു. ഇങ്ങനെ നമ്മൾ ചൂട് നൽകി വിയർപ്പിച്ച് കഴിയുന്ന ഈ ഒരു സ്വേദന എന്നുള്ള പ്രക്രിയ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നല്ലതാണ് എന്നുള്ളത്. അത് തന്നെ ഒരു രീതിയിലല്ല, ഒരു 2-3 വിധത്തിൽ നമ്മൾ ആയുർവേദത്തിൽ ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴായിട്ടും പല പെയിൻ കില്ലർ എടുക്കുകയോ അല്ലെങ്കിൽ പെയിൻ കില്ലർ ഗുളികകളും ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് എടുക്കുന്നവരാണ് വേദനയ്ക്ക് എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ നാഡീഞരമ്പുകളെയൊക്കെ തന്നെ ഒന്ന് തുറക്കാനും അല്ലെങ്കിൽ ഇത്തരം വേദനയൊക്കെ നിശേഷം മാറ്റാനും ഒരു 7 ദിവസത്തെ പ്രക്രിയ കൊണ്ട് മാറ്റാൻ വേണ്ടി പറ്റും. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണെന്നല്ലേ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് 3 പ്രൊസീജിയർ ഞാനിതിൽ പറയാം. നല്ല പനിയുള്ള സമയത്തോ, ശരീരത്തിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിരിക്കുന്ന സമയത്തോ, ഗർഭിണികളാണെങ്കിലോ, അല്ലെങ്കിൽ ശരീരത്തിൽ അമിതമായിട്ട് റെഡ്നെസ്സും നീർക്കെട്ടും ഒക്കെ കൂടിയിട്ടുള്ള രക്തദൂഷം ദുഷിച്ചുണ്ടാവുന്ന അത്തരം പ്രശ്നങ്ങളൊന്നും ഉള്ളവർ ഇത് ഉപയോഗിക്കേണ്ടതില്ല. ഇത് വാതകഫ രോഗങ്ങളുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 വഴികളാണ്. അതിൽ ഒന്നാമത്തേത് നാഡീസ്വേദമാണ്. ഈ നാഡീസ്വേദം എന്നുള്ളത് ലോക്കലൈസ്ഡ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ടെങ്കിൽ, ഇപ്പോൾ കയ്യിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ പുറകുവശത്തോ കഴുത്തിനോ ബാക്കിനോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അത് നിശേഷം മാറ്റാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രൊസീജിയറാണ്. ദശമൂലം, ഏരണ്ടമൂലം ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിലെ ആയുർവേദ ഔഷധങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ്. ഇതൊരു പഞ്ചകർമ്മ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ നമുക്ക് വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ആവണക്കിലയോ മുരിങ്ങ ഇലയോ ഒക്കെ തന്നെ കിട്ടുവാണെങ്കിൽ അതൊന്ന് ചതച്ച് കിഴി കെട്ടിയിട്ട് അല്പം വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. കുക്കർ തന്നെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ വിസിൽ മാറ്റി വെച്ചിട്ട് ആ സമയത്ത് ഒരു ചെറിയ പൈപ്പ് ഈ വിസിലിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് അതിലൂടെ വരുന്ന ആവി പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് പൊള്ളലൊന്നും ഏൽക്കാതെ വളരെ കെയർഫുള്ളായിട്ട് പതിയെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ എത്തിച്ചു കൊടുത്താൽ, ഈ ആവി കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നാഡികൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചിട്ടോ ശരിയായിട്ടുള്ളൊരു ബലമൊന്നും കയ്യിനും കാലിനും ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും, സർക്കുലേഷൻ ശരിയായിട്ട് നടക്കുന്നില്ല, ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റി ഏറ്റവും നല്ലൊരു മാർഗമാണ്. രണ്ടാമത്തേത് ഇഷ്ടിക സേവനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇഷ്ടിക ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബ്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പ്ലാന്റാർ ഫേസൈറ്റിസ്, അക്കൈലിസ് ടെൻഡനൈറ്റിസ് തുടങ്ങിയിട്ടുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മളൊരു 3 മുതൽ 7 ദിവസം വരെ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിയിലൊക്കെ ഉണ്ടാവുന്ന വേദനയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള വേദനയോ തരിപ്പോ മരവിപ്പൊക്കെ മാറ്റാൻ ഒരു 7 ദിവസം ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം കിട്ടും. പിന്നീട് പെയിൻ കില്ലറും ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാടെ നിർത്താം എന്നുള്ളതാണ്. അത്രയേറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ഇഷ്ടിക തന്നെയാണ്. ഇത് പുറമെ വിറകടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലോ ഒക്കെ തന്നെ നമ്മളൊന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല റെഡ് ഹോട്ടായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇഷ്ടിക നല്ല ചൂടായിട്ടുള്ളതാണ്. അപ്പോൾ തുണിയൊക്കെ വെച്ചിട്ട് അതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്കോ എന്തിലേക്കോ മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ കാലിന് ഒരു പാദാഭ്യംഗമാണ് പിന്നീട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഉപ്പുറ്റിയിൽ വേദനയും നീർക്കെട്ടുള്ള ഭാഗത്ത്
നന്നായിട്ട് ധാന്വന്തരം കുഴമ്പോ സഹചരാതി തൈലോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം പ്ലാവില പറിച്ചെടുത്തിട്ട് പ്ലാവിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എരിക്കിൻ്റെ ഇല എടുക്കാം, ആവണക്കിൻ്റെ ഇല എടുക്കാം. ഇവിടെ നമ്മൾ പ്ലാവിൻ്റെ ഇലയാണ് എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് പ്ലാവിൻ്റെ ഇല ഒരു 5-6 എണ്ണം ഇങ്ങനെ ഇഷ്ടികയുടെ മുകളിൽ നിരത്തി വെക്കുക. അതിനുശേഷം ഇത് പതിയെ കാല് ഈ പ്ലാവിലയുടെ മുകളിലായിട്ട് വെക്കുക. ഉപ്പൂറ്റി തട്ടുന്ന രീതിയിൽ ചൂട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി വേണ്ടത് മറ്റൊരു കാര്യമാണ്, നമ്മൾ നന്നായിട്ട് അരി തിളപ്പിച്ചു കഴിഞ്ഞാലുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഈ കഞ്ഞിവെള്ളം ഊറ്റിയെടുത്തത് ചർമ്മത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു ചൂടായി കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം പതിയെ പതിയെ കാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കഞ്ഞിവെള്ളം ഇറങ്ങി അത് ഇഷ്ടികയിൽ തട്ടിയിട്ട് ആ ചൂട് നന്നായിട്ട് ആവി പ്ലാവിലയുടെ ഉള്ളിൽ കൂടെ നമ്മുടെ മടമ്പിന് അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ തട്ടും. അങ്ങനെയുള്ള വേദന മാറാൻ ഇതേ പ്രോസസ്സ് നിങ്ങൾ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ വളരെ മിറാക്കിളായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഇത്തരം വേദനയുള്ള സമയങ്ങളിൽ അപ്ലൈ ചെയ്യാൻ ധാന്വന്തരം അല്ലെങ്കിൽ കൊട്ടൻ ചുക്കാദി, മുറിവെണ്ണ, ക്ഷീരബല ഇങ്ങനെയുള്ള ആയുർവേദ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി മൂന്നാമത്തേത് എന്നാണെന്ന് അറിയണ്ടേ, അതാണ് പത്രപിണ്ഡ സ്വേദ എന്നുള്ള അല്ലെങ്കിൽ ഇലക്കിഴി എന്ന് പറയും. ചില 7 ആയുർവേദ ഇലകൾ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന ഒന്നാണ്. വാദംകൊല്ലിയില, എരുക്കില, കരിനൊച്ചിയില, മുരിങ്ങ, ആവണക്കില, ഉങ്ങിൻ്റെ ഇല, പുളിയില. ഇതെല്ലാം ഓരോ പിടി എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വലിയ 2 കിഴി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഇലകളെല്ലാം തന്നെ നന്നായിട്ട് അതിൽ പ്രത്യേകിച്ച് ചിലന്തി വലയൊന്നുമില്ല, പ്രാണികളൊന്നും ഇല്ലയെന്ന് ശ്രദ്ധിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് മാറ്റി വയ്ക്കുക. പിന്നീട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പൊടികൾ ഉണ്ടാക്കാനാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഇന്ദുപ്പ് അല്പം പൊടിച്ച് മാറ്റി വയ്ക്കുക. ഉലുവ 30 ഗ്രാം, ശതകുപ്പ 30 ഗ്രാം, അതുപോലെ കടുക് ഒരു 15 ഗ്രാം. ഇത്രയും ശതകുപ്പയൊക്കെ ആയുർവേദ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. ഇത് വെയിലിൽ ഒന്ന് ഉണക്കി എടുക്കുക, എന്നിട്ടത് പൊടിച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ പിന്നീട് ചേർക്കാനുള്ളത് 4 നാരങ്ങയാണ്. ചെറുനാരങ്ങ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിന് കൂടെ തന്നെ നമുക്കൊരു 1/2 മുറി തേങ്ങ വേണം, വെളുത്തുള്ളി. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് കിഴി തയ്യാറാക്കാനായിട്ട്. ഇനി അല്പം ഒരു ചീനച്ചട്ടിയിലോ മറ്റോ സഹചരാതി ഓയിൽ ചേർക്കാം. അതിന് പകരമായിട്ട് മുറിവെണ്ണയാണ് കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി. 4 നാരങ്ങ അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തേങ്ങയും കൂടെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി, അതിങ്ങനെ വല്ലാണ്ട് മൂത്തു പോവേണ്ട ആവശ്യമില്ല, നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ ഇലകൾ അരിഞ്ഞതും കൂടെ നന്നായിട്ട് വഴറ്റുക. വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇലകളുടെയൊക്കെ ഞരമ്പ് ഉണ്ടല്ലോ, ആ നാര് പോലെയുള്ള അതൊന്നും തന്നെ കാണാൻ പാടില്ല നമ്മൾ കിഴി കെട്ടുന്ന സമയത്ത്. അതുപോലെ ഒന്ന് വഴഞ്ഞു കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് മുരിഞ്ഞു പോവാനോ കരിഞ്ഞു പോവാനോ ഒന്നും പാടില്ല. ആ രീതിയിൽ വഴറ്റിയെടുത്ത് അവസാന നിമിഷത്തിലാണ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഇന്ദുപ്പും പൊടികളും ഒക്കെ ഉണ്ടല്ലോ, കടുകും ശതകുപ്പിയൊക്കെ ചേർത്തിട്ടുള്ള പൊടി, അതും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈരിഴത്തോർത്തിൽ വളരെ ചെറിയ രീതിയിലുള്ള അകലമില്ലാത്ത ഇഴകളുള്ള തോർത്താവരുത്, എന്നാൽ വലിയ കൂടിയതും ആവരുത്. ആ രീതിയിലുള്ള ഈരിഴ തോർത്തെടുത്തിട്ട് അതിലേക്ക് 2 കിഴിയായിട്ട് നമുക്ക് ഇതിൻ്റെ പകുതിയും എടുത്ത് തയ്യാറാക്കി ഉപയോഗിക്കാം. ഇത് ആദ്യത്തെ 4 ദിവസത്തേന് നിങ്ങൾക്ക് ഈ ഒരേ കിഴി തന്നെ ഉപയോഗിക്കാം. ഇനി ഇത് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലോ നിങ്ങളൊരു ചീനച്ചട്ടിയിൽ ഇതേപോലെ തന്നെ സഹചരാതി തൈലോ മുറിവെണ്ണയോ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതിങ്ങനെ വളരെ ചെറിയ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. അതിനുശേഷം ഓരോ കിഴിയും അതിൻ്റെ കിഴിയുടെ സൈഡ് ഈ ഒരു ഓയിലിൽ കൂടെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം കൈ വെള്ളയിലൊന്ന് കുത്തി നോക്കുക ചൂട് പാകമാണോ എന്നുള്ളത്. എന്നിട്ട് ഏത് ഭാഗങ്ങളിലാണോ വേദനയുള്ളത് ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കുത്തി കൊടുക്കാവുന്നതാണ്. ഇത് മറ്റേ കിഴി ആ സമയത്ത് ചൂടാക്കുക, വീണ്ടും ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. ഈ ഉണ്ടാക്കിയിട്ടുള്ള 2 കിഴി നിങ്ങൾക്ക് 4 ദിവസത്തേന് ഉപയോഗിക്കാം. പിന്നീട് 3 ദിവസം ഉപയോഗിക്കാനാണെങ്കിൽ അടുത്ത കിഴി നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ട് ഇലക്കിഴി ഉപയോഗിക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞിട്ടുള്ള 3 സ്വേദന പ്രൊസീജിയറുകളും തന്നെ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും തരിപ്പും മരവിപ്പും ഒക്കെ മാറ്റി നല്ല ഞരമ്പുകളും നാഡികളും ഒക്കെ തന്നെ നല്ല ബലത്തോടെ ഇരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വേദന, തരിപ്പ്, നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ സഹായിക്കുന്ന വളരെ നല്ല മാർഗം കൂടിയാണിത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ചെയ്തു നോക്കാവുന്നതാണ്. ഇതിന് ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.